എന്താ ശബ്ദം കേട്ടത്? അയ്യോ, കപ്പും സോസറൊക്കെ പൊട്ടിയല്ലോ. എന്താ ഉണ്ടായത്? ഒരു ദിവാസ്വപ്നം കണ്ട് പേടിച്ചുപോയി. പേടിക്കാൻ മാത്രം എന്താ കണ്ടത്? കാക്കിയിട്ട്. കാക്കിയോ? അതെ, ഞാനൊരു ഹോട്ടലിൽ നിന്ന് കാപ്പ് കുടിക്കുക. അപ്പൊ കാക്കിയിട്ട് ഒരു പോലീസുകാരൻ വന്ന് കപ്പ് സാസ്ത്രം കയ്യിൽ നിന്ന് മേടിച്ച് താഴെ ഇട്ട് പൊട്ടിക്കുക. എന്താന്ന് വെച്ചാൽ കാര്യം പറയില്ല. അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഒരു ദിവാസ്വപ്നം. അല്ല, ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടോണ്ടിരുന്നാ മതിയോ? അവധി എനിക്ക് 10 ദിവസമായി. എന്ന് മുതൽ ഓഫീസിൽ പോണത്? ഞാനും അതേപ്പറ്റി ആലോചിക്കുകയാണ്. കുടിവെള്ളം മുട്ടിപ്പോന്ന പ്രശ്നമല്ലേ? കുടിവെള്ളോ? നീ വളരെ ഇന്നസെന്റ് ആണ്. എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് പറയണം, എന്നാലേ മനസ്സിലാവും. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ശമ്പളം. ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം കിട്ടില്ല. അപ്പൊ കുടിവെള്ളം മുട്ടില്ലേ? അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ആ, ഇപ്പൊ മനസ്സിലായി. കാമധേനു മിൽക്ക് ബാർ പ്രൊപ്പറേറ്റർ ഈ രാജീവൻ ഹിയർ. രാവിലെ കറവക്കാരൻ അമറക്കം തുടങ്ങിയിട്ടുണ്ട്. എന്താ? എടാ, 200 ലിറ്റർ പാലിന് നേരത്തെ ഓർഡർ ചെയ്ത് അഡ്വാൻസ് തന്നല്ലേ? ഓ, മറന്നു പോയോ? മറക്കരുതേ. എടാ, ഞാൻ കുറച്ചു ദിവസം സ്ഥാപനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തോണ്ട് മൊത്തം പ്രശ്നങ്ങളാണ്. ബിസിനസ് പ്രോബ്ലംസ്. എടോ, തൽക്കാലം അവിടെ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അയാൾക്കെടുത്ത് കൊടുക്ക്. അവിടെയുള്ള മേശകസരം കൊടുക്കട്ടെന്നോ? എടോ, പാല് തനിക്കുള്ള വച്ചുണ്ട്. വെക്കവിടെ. ഇവനെ കുളിപ്പിച്ച് കിടത്തും. ഒരു പ്രൊപ്പറേറ്റർ എന്ന നിലയിൽ എന്റെ ഒരു ടെൻഷനായി. പ്രൊപ്പറേറ്ററോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ അത്? ഈ തറവാട് ഒരു ക്ഷീരോത്പാദന കേന്ദ്രമാക്കരുത്. ക്ഷീരത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ക്ഷീര വ്യവസായികൾ പറയാറുള്ള ഒരു തമാശ എനിക്ക് ഓർമ്മ വന്നത്. ഓ, നിങ്ങൾ തമാശയൊക്കെ പറയുമോ? വല്ലപ്പോഴും. എന്താണാവോ തമാശ? വൈക്കോലും പിണ്ണാക്കും കൊടുത്താൽ പശു നമുക്ക് പാല് തരും. ഓഹോ, ആ പാല് കുടിച്ച് നമ്മൾ കൊടുക്കുന്ന എന്താണെന്നറിയോ? എന്താണ്? മൂത്രം. നല്ല തമാശ. ഇതീ വേണോ? ഈ ടൈപ്പാണോ? മതിയായി. എന്റെ ഒരു സന്തോഷത്തിൽ കുറച്ച് മറ്റൊരു സന്ദർഭത്തിലാകാം. ഓക്കെ. ക്ഷീരമുള്ള രകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം.